സാറെ മൊത്തത്തിൽ നമുക്ക് 28 മെയിൻ ഡിപ്പോയും 45 സബ് ഡിപ്പോയാണുള്ളത്. ഇത്രയും ഡിപ്പോകൾക്കകത്ത് ആകെ പ്രശ്നം ഒരു ഡിപ്പോ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്നും അടിയും വഴക്കും തല്ലും പ്രശ്നവും എന്തെന്നാ പറഞ്ഞു. ഇന്ന് രാവിലെയും കൂടി ഒരുത്തൻ ഈ മന്മഥന് ഒരു കാര്യം അത് ചീത്ത വിളിച്ച് ഞാനാണെങ്കിൽ ആരുടെ ഒരു വഴക്കിന് പോകാത്ത ആളാണ്. എന്റെ മുഖത്ത് നോക്കിയിട്ട് ചീത്ത എന്റെ മുഖം കണ്ട ചീത്ത വിളിക്കാൻ തോന്നുന്നു. അതൊക്കെ എനിക്കിത് തോന്നിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും വീട്ടിൽ ചെന്ന ഭാര്യയോട് ചോദിക്കാറുണ്ട് ഇതിനിപ്പോ എന്താ ഒരു പരിഹാരം കാണും. സാറേ ശ്യാമളക്ക് ഇത് സംഭവിച്ചത് എങ്ങനെയാണെന്ന് അറിയാമോ? അവിടെ വർക്ക്ഷോപ്പിൽ പണി തീർത്ത വണ്ടി ഞാൻ വാഷ് ചെയ്തിട്ട് നേരെ ഗാരേജിൽ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് ഞാനൊരു ചായ കുടിക്കാൻ പോകും. ബസ് തന്നത്ത ഇറങ്ങി വന്നാൽ ശ്യാമള ഇടിച്ചത്. അപ്പൊ ചിലപ്പോൾ ഗിയർ വീഴാഞ്ഞിട്ടാവും. സാറേ 10-20 കൊല്ലമായിട്ട് ഞാൻ അവിടെ വണ്ടി ഓടിക്കുന്നുണ്ട്. ഗിയർ വീണില്ലാതെ വേറെ സാർ എന്നെ കുറ്റപ്പെടുത്തരുത്. അല്ല മന്മഥ, അതിനകത്ത് മന്മഥൻ ഉണ്ടായിരുന്നില്ലേ? ഏയ് ഞാൻ വണ്ടി ഇട്ടിട്ട് ചായ കുടിക്കാൻ പോയി ശ്യാമളെ. അയ്യോ, അതിനകത്ത് മന്മഥനെ പോലെ തന്നെ ഒരാളുണ്ടായിരുന്നു. അങ്ങനെയാണ് പ്രശ്നം. ഇല്ല, ഞാൻ കണ്ടതാ. അല്ലത് ഞാൻ ചായ കുടിക്കാൻ പോയി. അടുത്ത പ്രശ്നം പറയട്ടെ, നമ്മുടെ മൊയ്തു ഇല്ലേ കണ്ടക്ടർ, മൊയ്തു ഉണ്ട് കുന്നംകുളം റൂട്ടില് ടിക്കറ്റ് കൊടുക്കാനായിട്ട് ബസ്സിൽ കയറി. വേറെ തിരക്ക് ആളില്ല. നമുക്ക് ബാക്കിൽ ഒരു വെള്ള സാരി എടുത്തൊരു പെണ്ണിരിക്കും. അല്ല, അതല്ലെങ്കിൽ ആ റൂട്ടിൽ ഇപ്പൊ കളക്ഷൻ കുറവാണ്. നമുക്ക് ആ റൂട്ട് ക്യാൻസൽ ചെയ്യാനുള്ള വഴി നോക്കിയിട്ട്. സാറേ അതല്ല, ആ ഒരു പെണ്ണ് ഒറ്റയ്ക്ക് വെള്ള സാരി എടുത്തിരിക്കുന്നത്. മൊയ്തു എന്നിട്ട് ടിക്കറ്റ് കഴിച്ചപ്പോ എടുത്തതിലെ പെണ്ണ് പറയണത് ചുണ്ണാമ്പ. അതൊക്കെയാണ് ഇവിടെ നടക്കണം. ഈ ജാതി പ്രശ്നങ്ങളുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു ദിവസം ഞാൻ നോക്കിയപ്പോ ഉണ്ട് നമ്മുടെ കംപ്ലീറ്റ് ബസ് വാഷ് ചെയ്തിട്ടിരിക്കുന്നു. അപ്പൊ പ്രേതമുണ്ട്. അല്ല, നിങ്ങൾ ഒരിക്കലും വാഷ് ചെയ്യില്ലല്ലോ. അല്ല, അതൊരു നല്ല കാര്യമാണല്ലോ. നല്ല കാര്യം എന്ന് പറഞ്ഞ സാറേ, നാളെ ഇത് നേരം എടുക്കുന്ന സമയത്ത് മൊത്തം ടാറ് വെച്ച് തേച്ചാലോ? അപ്പൊ സാറ് നമ്മൾ എടുത്തു വരും. ഞാൻ പറഞ്ഞത് നമ്മളിതിന്റെ ഭവിഷ്യത്ത് എന്താന്നുള്ളത് കണ്ടുപിടിക്കണ്ട എന്നുള്ളതാണ്. അല്ല, ഇപ്പൊ ഈ ഒരു ഡിപ്പോലും ഇല്ലാത്ത നമ്മുടെ ഡിപ്പോയിൽ മാത്രം ഇങ്ങനെ ഈ പ്രശ്നങ്ങൾ വരിക എന്ന് പറഞ്ഞാൽ എന്താ കാര്യമാണോ അത്? അതൊന്ന് അന്വേഷിക്കണമെന്നാണ് നമ്മൾ പറയുന്നത്. സാറേ, ഇങ്ങനെ അടുപ്പിച്ച് കുറച്ച് പ്രശ്നങ്ങൾ കണ്ടപ്പോൾ ഞാൻ ഈ പരിസരത്തൊക്കെ ഒന്ന് അന്വേഷിച്ചു. ഇവിടെ ഫ്രാൻസിസ് എന്ന് പറഞ്ഞ ഒരാൾ നമ്മുടെ ഡിപ്പോയുടെ തൊട്ടപ്പുറത്ത് താമസിക്കുന്നുണ്ട്. ഫ്രാൻസിസ് അയാൾ ഈ സ്ഥലം മേടിച്ചപ്പോൾ ഒരു മനയായിരുന്നു ഇത്. അതിൽ കുറച്ച് സ്ഥലം നമ്മുടെ ഈ ഡിപ്പോയോട് ചേർന്ന് കിടക്കുക. അപ്പൊ അയാളുടെ ഒരു അഭിപ്രായത്തിൽ അന്ന് പറഞ്ഞത് എന്താ വെച്ചാൽ ഒരു പാമ്പും കാവ് ഈ പരിസരത്ത് സ്ഥിതി ചെയ്തിരുന്നു. പാമ്പാവോന്ന് വിചാരിച്ചു. അപ്പൊ ആ പാമ്പും കാവില് പല കാരണവന്മാരെ അവര് കുടിയിരുത്തിയിട്ടുണ്ട്. അതിൽപ്പെട്ട ചില കാരണവന്മാരാണോ ഈ സമയത്ത് ഇങ്ങനെ സഞ്ചാരം നടത്തണത് എന്നൊരു അഭിപ്രായം. പോക്കുവരവ് വില്ലേജിലുണ്ട്. അപ്പൊ അതിനൊന്ന് നമുക്കൊരു അന്വേഷണം നടത്തണം എന്നാണ് എന്റെ അഭിപ്രായം. എന്നാലും ഈ കാലഘട്ടത്തിൽ ഇപ്പൊ അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഇത്ര നേരം ഞങ്ങൾ പറഞ്ഞിട്ട് സാറിനൊന്നും മനസ്സിലായില്ലേ? ഈ സാറിന് ഒന്നും വിശ്വാസം അല്ല. അങ്ങനെ ഇപ്പൊ നിങ്ങൾക്കൊക്കെ വിശ്വാസം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ വെച്ചാൽ അതിന്റെ ഒരു പരിഹാരം കാണും. ഞാൻ എന്റെ ഒരു അഭിപ്രായം ഞാൻ പറയട്ടെ. എനിക്ക് വിശ്വാസമുള്ള ഒരു കാര്യമാണ് ഞാൻ പറയണത്. സത്യശീലൻ ജോത്സ്യൻ എന്ന് പറഞ്ഞിട്ട് ആളുണ്ട്. മിടുക്കനായിട്ടുള്ള ആളാണ്. ആളിങ്ങോട്ട് വന്നാൽ നമ്മുടെ ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം അപ്പ കാണും. അതെ സാറേ, അയാള് വന്ന് നമ്മുടെ KSRTCക്കും അങ്ങനെ ഒരു മാറ്റം പറഞ്ഞെങ്കിൽ വന്നോട്ടെ, നല്ലതല്ലേ? അല്ല, അതുകൊണ്ടല്ല, ഇതൊരു പൊതുമേഖലാ സ്ഥാപനമാണല്ലോ. അപ്പൊ ഇവിടെ നമ്മൾ അതൊക്കെ ചെയ്ത പല പ്രശ്നങ്ങളും ഉണ്ടാവില്ലേ സാറേ? പൊതുമേഖലാ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നത് ഞങ്ങൾ മനുഷ്യന്മാർ തന്നെയല്ലേ? അതെന്താ മനസ്സിലാകാത്തത്? നമ്മുടെ കുടുംബങ്ങളുടെ കാര്യം സാറൊന്ന് ആലോചിക്കണം. ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം ഇല്ല, ഓരോ പ്രശ്നങ്ങളാ. സാറേ, ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോ നമ്മളിങ്ങനെ പൊതുമേഖല ഒന്നും പറഞ്ഞു തിരിയരുത്. അല്ല, എനിക്ക് ഈ കാര്യത്തിൽ ഒന്നും അങ്ങോട്ട് വിശ്വാസം വരുന്നില്ല. നിങ്ങൾ വേണമെങ്കിൽ ജോത്സ്യനെ പോയി കണ്ടിട്ട് പരിഹാരം എന്താ ചെയ്തോളൂ. സാറേ, എന്നാ സാറിന് ഒരു കാര്യം കൂടി ഞാൻ പറയാം. സാർ ഇരിക്കുന്ന ഈ സീറ്റ് ഉണ്ട്. പറഞ്ഞാൽ നന്നായിരിക്കും. അത് സാറിന് വേണ്ട. സാർ അത് അറിയണം. അല്ല, അത് വേണം, അതറിയണം. പറഞ്ഞാലും സാറിന് വിശ്വാസമല്ലേ, വെറുതെ അത് പറയണ്ട സാർ. ഞാൻ പറയും. സീറ്റിന് എന്താ പ്രശ്നം? സാറേ, സാറിന്റെ ഈ സീറ്റിലിരുന്ന് സർവീസ് ചെയ്ത ഒരാളും പെൻഷൻ പറ്റി ഇവിടുന്ന് പോയിട്ടില്ല. അതിനു മുമ്പ് തട്ടിപ്പോയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ സാറേ പറയണ്ടെന്ന്. അല്ല, പറയാണ്ടിരുന്നിട്ട് കാര്യമില്ല. ചില കാര്യങ്ങൾ ആ സമയത്ത് പറഞ്ഞാൽ അത് നന്നായിരിക്കും. പിന്നീട് കൂടുതൽ സാറിന് വിശ്വാസം ഇല്ലാത്തോണ്ട് കുഴപ്പമില്ല. അല്ല, സാറിനൊന്നും ബാധിക്കില്ല. സാറിന് വിശ്വാസമില്ല. എന്നാലും ഞങ്ങളുടെ ഒരു സമാധാനം. സാറ് എന്താന്ന് വെച്ചാൽ ചെയ്തു തരണം. ഞങ്ങളുടെ മുമ്പിൽ നിൽക്കണം സാറ്. അല്ല, നിങ്ങളിപ്പോ ഞാനിപ്പോ ഡ്യൂട്ടിയിലല്ലേ? ഇതൊന്നൊരു വിഷയമല്ല സാറേ. ഒരു 2-3 മണിക്കൂറല്ലേ വേണ്ടു. സാറാണ് നമ്മുടെ ഈ ഓഫീസിന്റെ നാഥൻ. അതുപോലെ സാറിന്റെ പേരിൽ വേണം കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത്. ഈ സാറ് തീരുമാനിക്കണ പോലെ ഇരിക്കും നമ്മുടെ ഡിപ്പോയുടെ മാറ്റങ്ങൾ എന്നുള്ളൊരു. ഞാൻ ഇപ്പൊ എന്താ ചെയ്യണ്ടേ? സാറേ, സാർ ഒന്നും ചെയ്യണ്ട. സാർ ഇപ്പൊ തൽക്കാലം വീട്ടിൽ പോയിട്ട് സാറിന്റെ ഗ്രഹനില എടുത്തിട്ട് വരാം. നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ സാറേ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ്. എന്തിനു വീട്ടിൽ പോണേ? സാർ ആ ഗ്രഹനില ഒന്ന് എടുത്തിട്ട് വരൂ. ബാക്കി ഞങ്ങൾ പറയാം. ഗ്രഹനില കൊണ്ടുവരും. അതിന്റെ കയ്യിലുണ്ട്. എന്റെ കയ്യിലുണ്ട്. സാറിന്റെ ഗ്രഹനില കയ്യിൽ വെച്ച് നടക്കാം.
ആവശ്യം വന്നാലോചിച്ചിട്ട് അപ്പൊ വിശ്വാസം ഇല്ലാന്നൊക്കെ അത് പറഞ്ഞത് കൊള്ളാം. എന്നാ എടുക്ക് ഐ ഇതൊക്കെ അയക്കണം. സാറ് നല്ലൊരു വിശ്വാസിയല്ലേ? അത് ശരി, വെറുതെ സാറിനൊരു പേടി കാണാല്ലേ? അയ്യോ സാറേ ഇത് ഊരിപ്പോയി. അയ്യോ അതിലെടുത്ത് മൂകാംബികയുടെ അത് ശരി. ഇതോ അത് ചാത്തമ്മടത്തിലത്തെ. എല്ലാം ഉണ്ടല്ലേ? ഞാനത് ആലോചിച്ചു സാറേ, ഇത്രയും ദിവസമായിട്ട് സാറിന് ഒരു കുഴപ്പം പേടിയില്ല. സാറേ ഒരു കാര്യം പറയട്ടോ, ഒരു പക്ഷെ ഇതൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കും തട്ടി പോകാൻ കേട്ടോ. അപ്പൊ നമുക്ക് സത്യശീലൻ ജോത്സ്യനെ കാണേണ്ട കാര്യത്തിലേക്കാണ് കിടക്കാം. അല്ല ഇപ്പൊ പോയ ഈ ഡ്യൂട്ടി ടൈമില് സാറേ ഇവിടത്തെ കാര്യം ഒന്ന് ഓർത്ത് സാർ ടെൻഷൻ അടിക്കണ്ട. ആരെങ്കിലും വന്ന് ചോദിച്ചാൽ സാറിന് പെട്ടെന്നൊരു നെഞ്ചുവേദന വന്ന് നെഞ്ചുവേദന പറയണ്ട, സ്റ്റാഫുകൾ സന്തോഷിക്കും. വയറുവേദനയാക്കാം. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ഞാൻ പറഞ്ഞോളാം. അതെ എന്നാ നമുക്ക് സത്യശീലിന്റെ അടുത്ത് പോവാം.